പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് പുതിയൊരു സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ +1ലേക്കാണ് ആയത്. അപ്പോൾ 10th വരെ പഠിച്ച സബ്ജക്റ്റിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കോമേഴ്സ് ഗ്രൂപ്പ് എടുത്തത്. അപ്പോൾ 10th വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സയൻസ്, മാത്സ്, ഹിസ്റ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമേഴ്സ് ആണ്. അപ്പോൾ കോമേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻസ് എല്ലാം ഉണ്ടായിരിക്കും. ഇത് ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ചില പേടികളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾക്ക് അക്കൗണ്ടിങ് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് പഠിച്ചിട്ടെടുക്കാം. ഇത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമേ അല്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ആയിരിക്കും ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ്. അപ്പം നമ്മൾക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ നമുക്ക് ആദ്യം വാട്ട് ഈസ് അക്കൗണ്ടിങ്, എന്താണ് അക്കൗണ്ടിങ്? അപ്പോൾ അക്കൗണ്ടിങ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അക്കൗണ്ടിങ് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ അക്കൗണ്ടിങ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പഠിക്കാൻ ഏറ്റവും എളുപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ആവാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അക്കൗണ്ടിങ് പഠിക്കൽ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഇപ്പോൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ വീട്ടിലെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ടായിരിക്കും. ഓരോ മാസവും സാലറി കിട്ടുന്ന സമയത്ത് അപ്പോൾ കഴിഞ്ഞ മാസത്തെയുള്ള പലചരക്ക് കടയുടെ ബില്ലുകൾ, അതേപോലെ തന്നെ പാലിൻ്റെ കണക്കുകൾ, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം എഴുതി വെച്ച് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് എല്ലാം കണക്ക് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഇപ്പോൾ സാലറി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻകം കിട്ടുമ്പോൾ ഈ എക്സ്പെൻസുകളെല്ലാം വെട്ടി കുറച്ചിട്ട് ബാക്കി എത്ര നീക്കിയിരിപ്പുണ്ട് എല്ലാം റെഡിയാക്കിയിട്ട് കണക്കുകൾ എഴുതി വെക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ അമ്മ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അക്കൗണ്ടിങ് പഠിക്കാത്ത അമ്മ കണക്കുകൾ എന്താണ് കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. അപ്പൊ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കുകൾ ചിട്ടയോടും കൃത്യതയോടും കൂടി എഴുതി വെക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് അക്കൗണ്ടിങ് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമ്മളെ വീട്ടിലെ ഇൻഫോർമലായി ചെയ്യുന്ന ഒരു കാര്യം ബിസിനസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫോർമലായി ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രമാണ് ഉള്ളൂ. അതായത് ഇപ്പൊ നമുക്ക് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇൻകം എല്ലാം കണക്കാക്കും, അതേപോലെ തന്നെ എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യും, എന്നിട്ട് ഇതിന്റെ ബാലൻസ് ചെയ്യുക. നമ്മുടെ ബിസിനസിൻ്റെതായിട്ടുള്ളതാകുമ്പോൾ ബിസിനസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മളവിടെ എല്ലാം ഒരു ചിട്ടയോട് കൂടിയിട്ടാണ് ചെയ്യുക. കാരണം ഇതെല്ലാം നമ്മൾ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ രേഖകൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എഴുതി വെക്കും. അപ്പോൾ ബിസിനസ്സിലെ കണക്കുകൾ ചിട്ടയോടും കൃത്യതയോടും കൂടി റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്നുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ്ങിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അക്കൗണ്ടിങ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA എന്ന് പറയും. 1941 അക്കൗണ്ടിങ്ങിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the result of thereof. അപ്പൊ ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഈ ഡെഫിനിഷൻ ഒന്നും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഈ ഡെഫിനിഷനെ നമ്മൾക്ക് ഒന്ന് വിവരിക്കാം. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ്. അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുള്ളൂ. അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതെന്താണ് നമ്മൾ ചെയ്യുക? റെക്കോർഡ് ചെയ്യും. ഫസ്റ്റിൽ എന്താണ്? അത് എഴുതിയിട്ട് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അതിനെ ക്ലാസിഫൈ ചെയ്യും, അതിനെ തരംതിരിക്കും. കാരണം ഓരോ ഹെഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം എഴുതി വെച്ചതിനെ ഓരോ ഹെഡുകളായിട്ട് തരംതിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? സമ്മറൈസിങ്, എല്ലാം കൂട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷൻസിനെയൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് എല്ലാം എഴുതി വെക്കും. അതായത് നമ്മൾക്ക് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾക്ക് സഹായിക്കണം. അതായത് ഇന്റർപ്രിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കണം. അതായത് ഒരു ബിസിനസ്സിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പൊ നമുക്ക് അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് തയ്യാറാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്.
അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമ്മൾക്ക് അക്കൗണ്ടിങ് പഠിക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാനൊരു ബേക്കറി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട 2-3 പോയിന്റ്സുകൾ ഉണ്ട്. അതായത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് പേഴ്സൺ ആണ്. അതായത് ബിസിനസ്സിൻ്റെതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. ബിസിനസ്സിൻ്റെതായിട്ടുള്ള സീലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ബിസിനസ്. അപ്പോൾ ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് പേഴ്സൺസ് ആണ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ബിസിനസിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് പറയാൻ പാടുള്ളൂ. ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മൾ നോക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിങ് എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇത്. എല്ലാം ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ മാത്രമാണ് കാണാൻ പാടുള്ളൂ. ബിസിനസ് വാങ്ങിച്ചു, ബിസിനസ് വിറ്റു, ഈ ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഓണറായിട്ടുള്ള ഈ ബേക്കറി തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ബേക്കറി തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എന്താണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പൈസ എത്രയാണെന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടും. അപ്പൊ ഞാനൊരു റൂം റെന്റിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പൊ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപയാണ് എനിക്കിപ്പോൾ ഏകദേശം വേണ്ടി വരിക എന്ന് തോന്നി. ഈ ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അങ്ങനെ ഓണറായിട്ടുള്ള എന്റെ ബിസിനസ്സിലേക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിനെ പറയുന്നതാണ് ക്യാപിറ്റൽ എന്നാണ് പറയുക, മൂലധനം എന്നാണ് പറയുക. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സംഭവങ്ങൾ. അപ്പോൾ ട്രാൻസാക്ഷൻ പറഞ്ഞാൽ അതിൽ എപ്പോഴും 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ഒരു ഗിവ് ആൻഡ് ടേക്ക് ആസ്പെക്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 2 ആസ്പെക്റ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ക്യാപിറ്റലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇങ്ങനെ നമ്മൾക്ക് വരുന്ന ഓരോ ഹെഡുകളും ഉണ്ടായിരിക്കും. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ എല്ലാം നമ്മൾക്ക് 5 കാറ്റഗറി അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് നമ്മൾക്ക് തിരിക്കാം. അപ്പൊ നമ്മൾക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റാണ്. അസറ്റ് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ എന്താണോ സ്വന്തമായിട്ടുള്ളത്, ബിസിനസ്സിൽ എന്തെല്ലാം ആസ്തികൾ ഉണ്ടോ അതിനെ പറയുന്നതാണ് അസറ്റ് എന്നുള്ളത്. ബിസിനസ്സിൽ എന്തൊക്കെയാണ് സ്വന്തമായിട്ടുണ്ടായിരിക്കുക? ക്യാഷ് ഉണ്ട്, അത് ബിസിനസിന്റെയാണ്. ബാങ്ക് ഉണ്ട്, അതേപോലെ തന്നെ ഫർണിച്ചർ ഉണ്ടായിരിക്കും, ലാൻഡ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുക? അസറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുക. രണ്ടാമത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മുടെ ബിസിനസ്സിലെ ഏതോ ഒരു ട്രാൻസാക്ഷൻ എടുത്താലും ഈ 5 ഹെഡുകളിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പറഞ്ഞെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ആണ് ബിസിനസിന്റെ പ്രധാന ചെലവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സാലറി കൊടുക്കണം, റെന്റ് കൊടുക്കണം, കമ്മീഷൻ കൊടുക്കണം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുക? എക്സ്പെൻസ് കാറ്റഗറിയിലാണ് പെടുത്തുക. മൂന്നാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി ആണ്, ബാധ്യതകളാണ് അത്. അതേപോലെ തന്നെ പേഴ്സണൽ ലോണുകൾ എടുക്കും. അപ്പോൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ബാധ്യതകളിലാണ് പെടുക. നാലാമത്തെ പറഞ്ഞാൽ ഇൻകം ആണ്. പ്രധാന ഇൻകം എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് ആണ്. നമ്മൾ എന്തിനാണ് ബിസിനസ് നടത്തുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പൊ പ്രോഫിറ്റ് മോട്ടീവാണ്. ഓരോ ബിസിനസ്സും എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പോൾ നമുക്ക് സെയിൽ നടത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഇൻകം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ സെയിൽസ് ആണ് ബിസിനസിന്റെ എന്താണ്? പ്രധാന വരുമാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ട്. നെക്സ്റ്റ് കാറ്റഗറി പറയുന്നത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടു, മൂലധനം ആണ്. അപ്പൊ ബിസിനസിന്റെ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഈ 5 ഹെഡുകളിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കും. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ 2 പോയിന്റ്സുകളാണ് ഇപ്പൊ നമ്മൾ മൈൻഡിൽ ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് വൺ പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി. ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. ഇത് എപ്പോഴും നമ്മൾ മൈൻഡിൽ ഓർത്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും നമ്മൾക്ക് 5 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഓരോ ട്രാൻസാക്ഷനിലെയും ഈ ഹെഡുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റിലെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഓണറായിട്ടുള്ള എന്റെ ബിസിനസ്സിലേക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ മാത്രമാണ് കാര്യങ്ങൾ കാണാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ നമ്മൾക്ക് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പൊ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു 10 ലക്ഷം രൂപ. അപ്പൊ ഈ 10 ലക്ഷം രൂപ, അപ്പൊ ഇവിടുത്തെ 2 ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം കണ്ടെത്താം. ഒന്ന് ക്യാഷ് ആണ്, രണ്ടാമത്തതാണെങ്കിൽ ക്യാപിറ്റൽ ആണ്, മൂലധനം എന്ന് പറയും.
ഇനി ഈ രണ്ട് ആസ്പെക്റ്റുകൾക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ചിന്തിക്കുമ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. ഒപ്പം തന്നെ എന്താണ്, ക്യാപിറ്റൽ എന്താണ്, ഒരു ബാധ്യതയാണ്. അപ്പൊ എന്താണ് ഉണ്ടായത്, ഓണറോട് ഒരു ബാധ്യത വർദ്ധിച്ചു. അപ്പോൾ ക്യാഷ് ആണ് ബിസിനസിന്റെ ഉള്ളിലേക്ക് വന്നത്, ലയബിലിറ്റി എന്താണ്, പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹5,000. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം രണ്ട് ആസ്പെക്റ്റുകൾ കണ്ടെത്താം. ഒന്നാമത്തെ ആസ്പെക്റ്റ് പറയുന്നത് പർച്ചേസ് ആണ്, രണ്ടാമത്തെ ആസ്പെക്റ്റ് പറയുന്നത് എന്താണ്, ക്യാഷ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ നോക്കി പർച്ചേസ് ഉള്ളത് ഏത് കാറ്റഗറിയിലാണ് പെടുക, പർച്ചേസ് പറയുന്നത് എക്സ്പെൻസ് ആണ്, ക്യാഷ് പറയുന്നത് എന്താണ്, അസറ്റ് ആണ്. തേർഡ് വൺ നോക്കാം. took a bank loan of ₹6 lakh, 6 ലക്ഷം രൂപ ലോൺ എടുത്തു. അപ്പൊ എന്താണ്, രണ്ട് ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്, ഒന്ന് ക്യാഷും ആണ്, മറ്റത് എന്താണ്, ബാങ്ക് ലോൺ ആണ്. ക്യാഷ് എന്താണ് ഉണ്ടായത്, ബിസിനസ്സിലേക്ക് എന്താണ് വന്നു അല്ലേ, ബിസിനസ്സിനെ വർദ്ധിച്ചു. ബാങ്ക് ലോൺ എന്താണ്, നമുക്ക് എന്താണ്, ഒരു ബാധ്യത, ബാങ്കിനോടുള്ള ഒരു ബാധ്യത വർദ്ധിച്ചു. അപ്പൊ അത് ബിസിനസിന്റെ പുറത്തേക്കുള്ള ഒരു ബാധ്യതയാണ് അത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹10,000. അപ്പൊ നമ്മൾ നേരത്തെ ഗുഡ്സ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, അപ്പൊ നമ്മൾ പർച്ചേസുള്ള ഹെഡ് തന്നെ കാണിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ഫർണിച്ചറാണ് വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് ഫർണിച്ചർ എന്താണ്, ഒരു അസറ്റാണ്. അടുത്ത ആസ്പെക്ട് എന്താണ്, ക്യാഷ് ആണ്. അപ്പൊ നമുക്ക് ഇത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഇതിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നോക്കാം. ഫർണിച്ചർ എന്താണ്, അസറ്റ് എന്താണ്, ബിസിനസ്സിലേക്ക് വന്നു. ക്യാഷ് എന്താണ് ഉണ്ടായത്, ബിസിനസിന്റെ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ₹2,000. അപ്പൊ ഇവിടെ രണ്ട് ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ ആസ്പെക്ട് എന്താണ്, സോൾഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ്. രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ്, ക്യാഷ് ആണ്. സെയിൽസ് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുണ്ടായിരുന്നത്, ഇൻകം ആണ്. അപ്പൊ സെയിൽസ് എന്താണ്, ഒരു ഇൻകം ആണ്. ക്യാഷ് എന്താണ്, അസറ്റ് ആണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ എല്ലാം നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾക്ക് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആസ്പെക്ട് ഉണ്ടായിരിക്കും. ഇനി ഈ രണ്ട് ആസ്പെക്റ്റുകളെ നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നാണ് പറയുക. ഇപ്പൊ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നൊക്കെ മെസ്സേജ് വരാറില്ലേ, നിങ്ങളുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, നിങ്ങളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു എന്നുള്ളത്. ആ ഡെബിറ്റും ക്രെഡിറ്റും തന്നെയാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ അതിലെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ലെഫ്റ്റിലുള്ളതിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയും, റൈറ്റിലുള്ളതിനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇനി എന്തിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി അടുത്തത് പഠിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ട്രാൻസാക്ഷനെ നമ്മൾ തിരിച്ചു വെച്ചു, ഓരോ ആസ്പെക്റ്റുകളും നമ്മൾ തിരിച്ചു വെച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി എന്താണ്, ഡെബിറ്റ് ഏതിനെയാണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ഏതിനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിന് നമുക്ക് അക്കൗണ്ടിങ്ങിൽ നമുക്കൊരു റൂൾ ഉണ്ട്. ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിങ്ങിൽ ഒരു റൂൾ ഉണ്ട്. അപ്പൊ ആ റൂൾ നമ്മൾ എന്താണ്, ബൈ ഹാർട്ട് പഠിക്കുക തന്നെ വേണം, എന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആ റൂള് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മൾക്ക് ഇപ്പൊ നമ്മൾ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചുവല്ലോ, ആ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചതിനെല്ലാം ഒരു റൂൾ ഉണ്ട്, ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് ആ 5 കാറ്റഗറിയിൽ നമ്മൾക്ക് 2 ഗ്രൂപ്പായിട്ട് തിരിക്കാം. അസറ്റ് എക്സ്പെൻസിനെ നമ്മൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കാം. അതേപോലെ തന്നെ ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റലിനെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉപയോഗിക്കാം. എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റ് എക്സ്പെൻസ് ഒരു കാറ്റഗറിയിലാണല്ലോ പേര്, അപ്പൊ തന്നെ നമുക്ക് AE എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഇത് ഒരു ഗ്രൂപ്പിലാണ് പേര്, അപ്പൊ ഇതിനെ നമുക്ക് LIC എന്ന് വിളിക്കാം. അതായത് AE ഒരു ഗ്രൂപ്പാണ്, LIC ഒരു ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾക്ക് എപ്പോഴും എന്താണ്, അസറ്റിന് എപ്പോഴും എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ലയബിലിറ്റിക്ക് എപ്പോഴും എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇത് നമുക്ക് കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അസറ്റും എക്സ്പെൻസും ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അസറ്റിനും എക്സ്പെൻസിനും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഓൾറെഡി ഉള്ള ഡെബിറ്റ് ബാലൻസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മൾ ഈ റൂള് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ലയബിലിറ്റിയുടെ നോക്കാം. ലയബിലിറ്റി എന്താണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് ഇൻകം ആണെങ്കിലും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ആണെങ്കിലും എന്താണ്, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഈ ഒരു റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഈ ട്രാൻസാക്ഷനെ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഈ ട്രാൻസാക്ഷനെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അക്കൗണ്ടിംഗ് എന്നുള്ള ഡെഫിനേഷനിൽ നോക്കി അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്താണ്, വേണ്ട രീതിയിൽ റെക്കോർഡ് ചെയ്യണം അത് അല്ലേ. അപ്പൊ
അപ്പൊ റെക്കോർഡ് ചെയ്യാൻ അതിനൊരു രീതിയുണ്ട്. അപ്പൊ അതിനെ ആ ഫസ്റ്റ് മെത്തേഡിനെ പറയുന്നതാണ് ജേർണലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുക. അപ്പൊ നമുക്ക് ട്രാൻസാക്ഷൻസിനെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.